മതന്യൂനപക്ഷങ്ങളോടുള്ള CPM നയമാറ്റത്തിൽ വിയോജിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് CPI. വയനാട്ടിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ നടത്തിയ വിവാദ പ്രസ്താവനയെ ന്യായീകരിക്കേണ്ട എന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന CPI സംസ്ഥാന കൗൺസിൽ തീരുമാനിച്ചിരുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറെടുക്കവേ സർക്കാരിലും ഇടതുപക്ഷത്തെയും ശക്തമായ തിരുത്തൽ നടപടികളുമായി മുന്നോട്ടു പോകുവാൻ LDF-ൽ സമ്മർദ്ദം ചെലുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങളെ അകറ്റുന്നതും ഭൂരിപക്ഷത്തെ ധ്രുവീകരിക്കുന്നതുമാണ് A. വിജയരാഘവന്റെ പ്രസ്താവനയെന്നതാണ് CPIയുടെ വിലയിരുത്തൽ. അത് CPM-ന്റെയും വിജയരാഘവന്റെയും മാത്രം നിലപാടെ കണ്ടാൽ മതിയെന്നും LDF-ന്റെ പൊതു നിലപാടായി അവതരിപ്പിക്കാനുള്ള ശ്രമത്തെ ചെറുക്കുമെന്നും CPI പറയുന്നുണ്ട്. ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദത്തെ ആദ്യകാലം മുതൽ തന്നെ CPI ശക്തമായി എതിർക്കുകയും തുറന്നു കാട്ടുകയും ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുള്ള കാരണം CPIക്കും നേതാക്കളും ഉണ്ടാക്കിയ അനാവശ്യ വിവാദങ്ങളാണെന്ന് CPI വിലയിരുത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ വിജയ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ട്രോളി വിവാദം ഉൾപ്പെടെയുള്ളവ പരാജയത്തിന് വഴിയൊരുക്കി. നെല്ലു സംഭരണത്തിലെ പ്രശ്നം ജനങ്ങളെ അകറ്റുന്നുവെന്ന് CPI മന്ത്രിമാർക്കെതിരെയും വിമർശനമുണ്ടായി. മറ്റൊരു വസ്തുത അജിത് കുമാറിന്റെ DGP റാങ്കിൽ എതിർപ്പുണ്ടായിരുന്നു എന്നതാണ്. അതായത് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെ DGP റാങ്കിലേക്ക് ഉയർത്താൻ അനുമതി നൽകിയതിലും യോഗത്തിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇക്കാര്യം LDF-ൽ ചർച്ച ചെയ്തില്ല എന്നും വിമർശനമുണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ മുന്നണി മാറ്റത്തെ സംബന്ധിച്ച് ചിന്തയിലില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും CPI ഉള്ളത്. മുന്നണി മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം കൗൺസിലിൽ വ്യക്തമാക്കുന്നത്. അതേസമയം ഇടതുപക്ഷത്തിന് തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകാൻ പാർട്ടി ശക്തമായ നിലപാടെടുക്കുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇടതുമുന്നണിയിൽ എപ്പോഴും ഒരു തിരുത്തൽ ശക്തിയായി തന്നെയാണ് CPI നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ CPIയും CPM-ഉം തമ്മിൽ വലിയ തരത്തിലുള്ള തർക്കങ്ങളിൽ എത്തിപ്പെടാറുമുണ്ട്. വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ CPI CPM-ന് എതിരെ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം തന്നെ CPIയുടെ പുറംതിറഞ്ഞു നിൽക്കുന്ന നിലപാടുകളും സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങളെല്ലാം തന്നെ വലിയ തരത്തിൽ വിമർശിക്കപ്പെട്ടിരുന്നതാണ്, ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ CPIയുടെ രൂക്ഷ വിമർശനങ്ങളെല്ലാം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലും യാതൊരു തരത്തിലുള്ള തിരുത്തലിലേക്ക് CPM തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള പ്രത്യാഘാതങ്ങൾ സർക്കാരിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഇടതുമുന്നണിക്കുണ്ടായത്. അതിനുള്ള പ്രധാന കാരണം പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് എന്നുള്ള വിലയിരുത്തലുമായി മുന്നോട്ട് വന്നത് CPI തന്നെയാണ്. CPI പരസ്യ നിലപാടെടുത്തുകൊണ്ട് തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നത് വീണ്ടും വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്കെല്ലാം തന്നെ വഴിവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും തങ്ങളുടെ ഭാഗത്തെ ന്യായീകരിക്കാൻ മാത്രമായിരുന്നു CPM ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ശേഷം വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണെങ്കിലും ജനങ്ങളുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടാണെങ്കിലും മറ്റ് വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. സർക്കാരിനെ തിരുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം തന്നെ CPIയുടെ വാക്കുകൾക്ക് യാതൊരു തരത്തിലുള്ള വില നൽകുന്ന സാഹചര്യമായിരുന്നുമില്ല. അത്തരമൊരു വിമർശനം CPIക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരികയും മാത്രമല്ല തങ്ങൾക്ക് മുന്നണി മാറുന്നതല്ലേ നല്ലത് എന്ന് അണികൾക്കിടയിൽ തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങളെല്ലാം തന്നെ എത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് വലിയ തരത്തിലുള്ള ചർച്ച CPIയുടെ ആഭ്യന്തര യോഗങ്ങളിൽ ഉണ്ടാവുകയും ആ ആഭ്യന്തര യോഗങ്ങളിലെ ചർച്ച പിന്നീട് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ബിനോയ് വിശ്വം ആദ്യമായി തന്നെ തങ്ങൾ മുന്നണി മാറ്റത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നേയില്ല എന്ന ന്യായീകരണവുമായി രംഗത്ത് വരുന്നത്. പക്ഷേ അതേസമയം തന്നെ ബിനോയ് വിശ്വം തുറന്ന് സംബന്ധിച്ച ഒരു വസ്തുതയാണ് ഒരർത്ഥത്തിൽ CPI മുന്നണി മാറ്റത്തെ സംബന്ധിച്ചുള്ള ചർച്ച അത് യോഗങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അണികൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇടതുമുന്നണിയിൽ CPM-ന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള വിലയും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന രൂക്ഷ വിമർശനം പ്രവർത്തകർക്കിടയിൽ നിന്നുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതേസമയം മുന്നണി മാറ്റത്തിലേക്കുള്ള ചർച്ചയെ സംബന്ധിച്ച് നേതൃത്വം ഇതുവരെ സാരമായി ഒന്നും തന്നെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം തങ്ങളുടെ ചിന്തയിൽ പോലും ഇല്ല എന്നുള്ളതായിരുന്നു ബിനോയ് വിശ്വം നൽകിയിട്ടുണ്ടായിരുന്ന വിശദീകരണം. എന്നാൽ അതേസമയം തന്നെ അത്തരമൊരു മുന്നണി മാറ്റം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, അണികൾക്കിടയിൽ തോന്നിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതിനുശേഷമെല്ലാം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും CPM-ന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. പാലക്കാട് 2-ാം സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന CPM-നെ സംബന്ധിച്ച് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവയെല്ലാം തന്നെ രൂക്ഷമായ വിമർശനത്തിന് കാരണമായി. P. സെറിനെ പോലുള്ള ഒരു നേതാവിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടും CPM-ന് മുന്നേറാൻ സാധിച്ചില്ല എന്നുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ വിമർശനങ്ങളെല്ലാം തന്നെ പിന്നീട് നടന്നിട്ടുള്ള അന്വേഷണങ്ങളിലും പഠന റിപ്പോർട്ടുകളെല്ലാം തന്നെ ആവർത്തിച്ച് രേഖപ്പെടുത്തിയതുമാണ്. എന്നാൽ അതിനുശേഷം CPM സ്വീകരിച്ച പല നിലപാടുകളും ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും CPM-നെ സാരമായി ബാധിക്കുന്ന തലത്തിലേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ CPI ചൂണ്ടിക്കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അനന്തരം CPM എടുത്ത പ്രധാനപ്പെട്ട നിലപാടാണ് CPM ഇനി ന്യൂനപക്ഷ പ്രീണനം നിർത്തുകയാണ്, ഭൂരിപക്ഷത്തെ കൂടെ നിർത്താനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളത്. എന്നാൽ ആ പ്രസംഗത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് MV ഗോവിന്ദൻ മാഷ് പോലും രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇവയെല്ലാം തന്നെ വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് CPI
ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഇനി വരാനിരിക്കുന്നത് 2025 വരാനിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണ്. അതിനുശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും എത്തും. 2025 ട്രെൻഡ് അനുസരിച്ച് കൊണ്ടായിരിക്കും 2026 തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഒരർത്ഥത്തിൽ CPIക്കും മറ്റ് ഘടകകക്ഷികൾക്കുമുണ്ട്. പക്ഷേ CPM ഇപ്പോഴും ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ളത് CPI അലട്ടുന്ന പ്രധാന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും വിമർശനങ്ങളുമായി CPMനെ തിരുത്താൻ സാധിച്ചില്ല എങ്കിൽ ഇടതുമുന്നണിയിൽ തന്നെ ശക്തമായ വാദവുമായി രംഗത്തെത്താനുള്ള CPIയുടെ തീരുമാനത്തിന് പിന്നിൽ.